ഇല്ല ഡോക്ടർ മറിയ, എനിക്കറിയാം ഞാൻ താങ്കളെ ആ അർത്ഥത്തിൽ താങ്കളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ ഇടയാക്കിയ ചില സാഹചര്യങ്ങൾ ഞാൻ പറയും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് താങ്കൾ നടത്തിയിട്ടുള്ള ചില സന്ദർശനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ കാണുന്നു, മാർത്തോമ അധ്യക്ഷൻ മാർ തിയോഡോഷ്യസിനെ കാണുന്നു, അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ വലിയ കൂടിയാലോചനകൾ നടത്തുമ്പോൾ ഡോക്ടർ മറിയ ഡൽഹി സന്ദർശനം നടത്തുന്നു. മാത്രമല്ല കോട്ടയം DCC താങ്കളെ ചെങ്ങന്നൂരിലേക്കോ അതല്ലെങ്കിൽ ആറന്മുളയിലോ കാഞ്ഞിരപ്പള്ളിയിലോ പരിഗണിക്കാവുന്നതാണ്, കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ചെങ്ങന്നൂർ ഇവിടെ താങ്കളെ പരിഗണിക്കാവുന്നതാണ് എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നു. എനിക്കറിയില്ല നേതൃത്വം ആരെങ്കിലും താങ്കളെ ആ അർത്ഥത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന്. പക്ഷേ ഇതൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. മാത്രമല്ല ഒരു ഓർത്തഡോക്സ് സഭാംഗം എന്ന നിലയിൽ ആറന്മുളയിൽ ഇപ്പോൾ വീണ ജോർജ് മത്സരിക്കുമ്പോൾ വീണയ്ക്ക് ഒരു ഒത്ത എതിരാളി എന്ന നിലയിൽ സഭയുടെ പിന്തുണയോടുകൂടി ഇതാ ഉമ്മൻചാണ്ടിയുടെ മകൾ മത്സരരംഗത്തേക്ക് വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുകയാണ്. ഇതൊക്കെ അസംബന്ധമാണ് എന്നാണോ താങ്കൾ ഈ അഭിമുഖത്തിൽ പറയുക? ഗോപികൃഷ്ണൻ ഒരു മീഡിയ പ്രവർത്തകനാണ്. ഈ നേരത്തെ പറഞ്ഞ വാർത്തകൾ, ഈ പേര് പോയി അങ്ങനത്തതിനെ പറ്റി ഞാനും വാർത്തകളിൽ കണ്ടു, ഓൺലൈൻ വാർത്തയിൽ യൂട്യൂബിലെല്ലാം കണ്ടു. പക്ഷേ എനിക്കതിന്റെ സത്യാവസ്ഥയെ പറ്റി ഞാനത് അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങൾക്ക് ഗോപികൃഷ്ണൻ തന്നെ അറിയാം. അത് വാർത്തകൾ മാത്രമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നയിച്ച കാര്യങ്ങൾ ചോദിച്ചു, അതിനെപ്പറ്റി ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ തരാം. ഞാൻ ഡൽഹി പോയ കാര്യം, ഡൽഹി പോയത് ഒരു പേഴ്സണൽ വിസിറ്റ് ആയിരുന്നു. അതിൽ ഞാനും ചാണ്ടിയും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. എൻ്റെ മകനും ഉണ്ടായിരുന്നു. അവിടെ പോയി ഞങ്ങളുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു, ഒരു വെഡിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ബാക്കി ഈ മേലധ്യക്ഷന്മാരുടെ കാര്യങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ NSSന്റെ കാര്യം ചോദിച്ചു. എന്താണ് NSS മാത്രമായിട്ട് ചോദിച്ചതെന്നറിയില്ല. നേരത്തെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ വർഷം ഈ കാലം അത്രയും ചെയ്ത പരിപാടികൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏത് പരിപാടി ഏത് സ്ഥലത്ത് വെച്ച് ചെയ്താലും ആ പ്രാദേശികമായിട്ടുള്ള അവിടുത്തെ MLA MP അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പിന്നെ അവിടുത്തെ മതമേലധ്യക്ഷൻ, അത് തിരുമേനി ആയിക്കോട്ടെ, NSSന്റെ പ്രതിനിധികളായിക്കോട്ടെ, മറ്റ് മതങ്ങളുടെ ആയിക്കോട്ടെ, എപ്പോഴും എൻ്റെ പരിപാടികളിൽ മുഖ്യാതിഥികളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവരൊക്കെയാണ്. അപ്പം ഇതിന്റെ പോരാത്തതിന് അപ്പം ഇതിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഇവരെ എല്ലാവരെയും മീറ്റ് ചെയ്യാറുണ്ട്, ക്ഷണിക്കാറുണ്ട്, അവർ വരാറുണ്ട്. അങ്ങനെ ഇവരുമായിട്ടെല്ലാം വളരെ സൗഹൃദമായ ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പരിപാടികളിലും എന്നെ ക്ഷണിക്കാറുണ്ട്, ഞാനും പോകാറുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നതും കാണുന്നതും ഒക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.